എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചത്. നമ്മൾ ഈ ചാനൽ തുടങ്ങി കൃത്യം 1 വർഷം കഴിയുകയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർക്കറിയാവുന്നതാണ്. വീട്ടിലെ കൂൺ ഫാമിനെ കുറിച്ചും കൂൺ കൃഷി ചെയ്യുന്നത് തുടങ്ങി കൃത്യമായി മാർക്കറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ലോങ് വീഡിയോയായും ആളുകളുടെ സംശയങ്ങൾക്കുത്തരം ലൈവിൽ വന്ന് ക്ലിയർ ചെയ്തുമൊക്കെയാണ് നമ്മൾ ഇതുവരെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ ചെറിയൊരു യൂട്യൂബ് ഫാമിലിയാണ് നമുക്കുള്ളത്. എന്നിരുന്നാലും ഫസ്റ്റ് വീഡിയോ ഇട്ട് 10 മാസം പിന്നിടുന്ന ഈ സമയം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരാളെയും പോലെ തന്നെ നമ്മുടെയും ഒരാഗ്രഹമായിരുന്നു ചാനൽ മോണിറ്റൈസേഷൻ. ചാനൽ മോണിറ്റൈസേഷൻ ആയതിൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാം അറിയിക്കുകയാണിവിടെ. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോകൾ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കൂൺ കൃഷിയെക്കുറിച്ചുള്ള മാക്സിമം വീഡിയോകൾ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് കൂൺ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോകൾക്ക് ചെറിയ ഒരിടവേള എടുക്കേണ്ടി വന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ കൂൺ കൃഷി വീഡിയോകൾക്ക് പുറമെ മറ്റു വീഡിയോകളും കൂടി ഇതിനൊപ്പം തന്നെ കൊണ്ടുപോവുക എന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ യൂട്യൂബിലൊന്ന് പരിചയപ്പെടുത്തണമെന്നും ഒന്നിച്ചുള്ള വീഡിയോകളും വ്ളോഗ്സും ഒക്കെ ചെയ്യണമെന്നതുമൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ചാനൽ തുടങ്ങി ഇന്ന് വരെ അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് വോയിസ് കൊടുക്കുന്ന ഈ ഞാനുള്ളത് മലേഷ്യയിലാണ്. ഞങ്ങളെല്ലാവരും തമ്മിലിനി കണ്ടുമുട്ടാൻ ഏകദേശം 1 മാസം കൂടി എടുക്കുമെന്നതുകൊണ്ട് പലപ്പോഴായി എടുത്ത വീഡിയോകൾ കൂട്ടിച്ചേർത്ത് ഈ ചാനലിന് പിന്നിലും കൂൺ ഫാമിന് പിന്നിലും പ്രവർത്തിക്കുന്നവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ. ഇത് ഞങ്ങളുടെ പപ്പയാണ്, ഈ വീഡിയോകൾ കാണുന്ന കൂൺ ഫാമിൻ്റെ ഉടമസ്ഥൻ, യഥാർത്ഥ കൂൺ കർഷകൻ. വീട്ടിലുള്ള അവസരങ്ങളിൽ ചെറിയ ചെറിയ സഹായങ്ങൾ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ സാധിക്കാറുണ്ടെങ്കിലും കൂൺ കൃഷിയുടെ A to Z കാര്യങ്ങൾ പപ്പയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മക്കൾ 3 പേരും കൂടി ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ കണ്ടന്റായി എന്തെടുക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയം പോലും ഉണ്ടായില്ല. വീഡിയോ കാണുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമുണ്ടാകുന്ന കണ്ടന്റ് തിരഞ്ഞെടുത്താൽ അത് കാണാൻ ആളുകൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് കൂൺ കൃഷിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അറിവുകൾ വിവിധ വീഡിയോകളിലായി പങ്കുവച്ചത്. വീഡിയോകൾ കണ്ട് അത് ഉപകാരപ്പെടുത്തിയ ഒരു കൂട്ടം ആളുകൾക്കൊപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ പ്രാരംഭഘട്ടം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നാട്ടിൽ നിന്നുള്ള വീഡിയോകൾക്കൊപ്പം മലേഷ്യയിലെ കുറച്ച് വീഡിയോകളും പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ്. ഒട്ടേറെ യൂട്യൂബേഴ്സ് നാട്ടിൽ നിന്ന് മലേഷ്യയിൽ വന്ന് ഇവിടുത്തെ വീഡിയോകൾ പങ്കുവയ്ക്കുമ്പോൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് മലേഷ്യയിലെ വീഡിയോകൾ ഉപകാരപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ പിന്നീട് ഉണ്ടാവരുതല്ലോ. ഇതുവരെയുള്ള സ്നേഹവും പിന്തുണയും തുടർന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം.